ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ തമ്മിൽ കണ്ട മാതിരി തന്നെ നമ്മൾ റമദാനിന് മുമ്പായിട്ട് റമദാനിലെ ജോലികളൊക്കെ കുറച്ച് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണേ. അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തിട്ട് വീഡിയോ കാണാം കേട്ടോ. കാരണം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ ചിലപ്പോൾ കണ്ട് സ്കിപ്പ് ചെയ്ത് പോകുമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റ്, സമൂസ അങ്ങനെ സ്നാക്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് ഫ്രീസ് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ജ്യൂസ് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. എല്ലാ പ്രാവശ്യം ചെയ്യണമെന്ന് വിചാരിച്ചാലും ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മുന്തിരി വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുന്തിരി കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച്, ഓവറായിട്ട് വെള്ളം ഒഴിക്കാതെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മൾ കട്ട്ലേറ്റിന് വേണ്ടിയിട്ട് കുറച്ച് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കിലോ ഇല്ല, എന്നാൽ അര കിലോയുടെയും മുകളിൽ ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പകുതിയോളം നമ്മളിതിന് വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഒരാഴ്ചയോളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കട്ട്ലേറ്റ് ഈ ഒരു ഇതിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഇറച്ചിയിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ബീഫ് വേവിക്കാൻ വേണ്ടി വെച്ച കുക്കർ ഞാൻ വാങ്ങിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കുക്കറോ അല്ലെങ്കിൽ എന്തെങ്കിലും പാത്രമൊക്കെ വാങ്ങി ഫസ്റ്റ് ടൈം യൂസ് ചെയ്യണ സമയത്ത് ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആണല്ലോ. എപ്പോഴും അങ്ങനെ കെയർ ചെയ്തുകൊള്ളണമെന്നില്ല. എന്നാൽ ആദ്യത്തെ പ്രാവശ്യം കുറച്ച് പ്രാവശ്യം നല്ല അടിപൊളിയൊക്കെ ആയിട്ട് കൊണ്ടുപോയി എടുക്കുമല്ലോ. എൻ്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ. എനിക്ക് പുതിയൊരു പാത്രമൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഞാൻ 3-4 ദിവസത്തേക്ക് അത് എടുക്കാതെ ഇപ്പോൾ കുക്ക് ചെയ്യേണ്ട, ഇപ്പോൾ മാറ്റി വയ്ക്കാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ മാറ്റി വയ്ക്കും കേട്ടോ. പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ എനിക്ക് തന്നെ എടുക്കാൻ തോന്നും. സാധാരണ ഞാൻ റമദാൻ സ്റ്റാർട്ട് ചെയ്യണേ മുമ്പാണ് പാത്രങ്ങളൊക്കെ എടുക്കണത്. അപ്പോൾ റമദാനിൽ തന്നെ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിഴങ്ങ് ഒരു വലിയ കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. കിഴങ്ങ് കുറച്ചധികം തന്നെ എടുത്തിട്ടുണ്ട്. കാരണം ഞാൻ കൂടുതൽ കട്ട്ലേറ്റിൽ കിഴങ്ങാണ് ആഡ് ചെയ്യാറ്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ അത്യാവശ്യം നന്നായിട്ട് കിഴങ്ങ് ചേർക്കാറുണ്ട് കേട്ടോ. കാരണം ബീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കറി വെക്കാനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിക്കണം. തന്നെ ഒരു 5-6 പീസൊക്കെ മാറ്റി വെച്ച് അങ്ങനെയായിരിക്കും നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റണത്. അപ്പോൾ പിന്നെ ഒരുപാട് ബീഫൊന്നും ചേർക്കാൻ പറ്റില്ല. പിന്നെ സവാള വഴറ്റിയതായാലും ഓവറായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ബാറ്ററിന് ഒരു കട്ടിയില്ലാത്ത രീതിയിലൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കിഴങ്ങാണ് ഞാൻ കൂടുതലും ചേർക്കാറ്. അങ്ങനെ കിഴങ്ങ് വെറുതെ ഉപ്പ് മാത്രം ഇട്ട് അത് വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ നമുക്ക് ആവശ്യമുള്ള സവാള എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും സവാള എടുത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ കട്ട്ലേറ്റിൻ്റെ ഞാൻ പറയാൻ മറന്നുപോയി, ഞാൻ സമൂസയ്ക്കും ഈ സെയിം ബാറ്റർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യണത്. സമൂസയ്ക്ക് വേറെ പ്രത്യേകിച്ച് വെജിറ്റബിൾസോ അല്ലാതെ ഒന്നും തന്നെ ഞാൻ വാങ്ങിച്ച് ഉപയോഗിക്കാറില്ല. ഈ കട്ട്ലേറ്റിൻ്റെ അതേ ബാറ്റർ തന്നെയാണ് സമൂസയ്ക്കും ഫില്ലിങ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലേറ്റും സമൂസയാണ് മിക്കവാറും ഞങ്ങൾ നോമ്പ് തുറക്കാനായിട്ട് കടിയായിട്ട് ഉണ്ടാക്കണത്. അതല്ലാതെ വേറെ വെറൈറ്റി ആയിട്ടുള്ള കടികളൊന്നും തന്നെ ഉണ്ടാക്കാറില്ല. ആർക്കും താല്പര്യവും ഇല്ല. ഈ ഉന്നക്കായ സംഭവങ്ങളൊക്കെ ആയാലും ആർക്കും ഇഷ്ടമില്ല. എന്തായാലും ഇങ്ങനെ മധുരമുള്ള സംഭവത്തിനേക്കാൾ കൂടുതൽ ഇങ്ങനെ സ്പൈസി ആയിട്ടുള്ള സംഭവങ്ങളോടാട്ടോ എനിക്കും പിള്ളേർക്കും ഉമ്മാക്കൊക്കെ ഇഷ്ടം. അതുകൊണ്ട് നമ്മൾ വെറൈറ്റി ഒന്നും ട്രൈ ചെയ്യാറില്ല നോമ്പിന്. അല്ലാത്തപ്പോൾ ഉണ്ടാക്കും, ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, പരീക്ഷിക്കും. എല്ലാം പരീക്ഷിക്കാറുണ്ട്, ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ നോമ്പിന് നമ്മൾ കട്ട്ലേറ്റും സമൂസയാണ് ഉണ്ടാക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് കുറച്ചും കൂടെ സ്നാക്സ് ആഡ് ചെയ്യാനും എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ തന്നെ നമ്മൾ വീഡിയോയിലും കാണിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അതേ ഞാൻ വീഡിയോയിലും കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ മുന്തിരിയും അതേപോലെ പൈനാപ്പിളും പിന്നെ നമ്മുടെ പുതിന വെച്ചിട്ടുള്ള ജ്യൂസിന് വേണ്ടിയിട്ടുള്ള സ്ക്വാഷായിട്ടും അതേപോലെ സ്നാക്സായിട്ട് കട്ട്ലേറ്റും സമൂസയും ഇത്രയാണ് നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ജ്യൂസിനുള്ള സ്ക്വാഷ് റെഡിയാക്കുമ്പോൾ അത് ഫ്രീസറിൽ വെക്കണില്ല കേട്ടോ, വെറുതെ ഫ്രിഡ്ജിൽ മാത്രമേ വെക്കണുള്ളൂ. അതങ്ങനെ വെച്ചാൽ മതിയാവും. കാരണം നമ്മൾ തിളപ്പിച്ച് അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് റെഡിയാക്കി വെക്കണത്. അപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ കിഴങ്ങും വേവിക്കാൻ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സവാള വഴറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്തു. സവാള നമ്മൾ ആദ്യം തന്നെ വഴറ്റാൻ വേണ്ടിയിട്ടപ്പോൾ നമ്മുടെ ഈ പാത്രത്തിന് നിറച്ചുണ്ടായിരുന്നു. പിന്നെ അത് വാടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പകുതിയായിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മുളക് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ നമ്മൾ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ റെഡിയാക്കണതുകൊണ്ട് തന്നെ എരിവൊന്നും കൂടിയില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയും കുറച്ച് എരിവില്ലാത്ത കാശ്മീരി മുളക് പൊടിയും പിന്നെ ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് നമ്മൾ ഓൾറെഡി നേരത്തെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഉപ്പ് നമ്മൾ ഇറച്ചി വേവിച്ചതിലും അതുപോലെ കിഴങ്ങിലും സവാളയിലൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ഉപ്പ് അധികമായി പോകും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഗരം മസാലയാണ് നമ്മുടെ കട്ട്ലേറ്റിന് മെയിൻ. ശരിക്കും പറഞ്ഞാൽ അത് മാത്രം മതി. പിന്നെ ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ചതച്ച സമയത്തും പച്ചമുളകൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് പിന്നെ മുളക് പൊടി ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മുടെ മുന്തിരിയുടെ ചൂടൊക്കെ ആറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളത് അരിച്ചെടുക്കണ്ട കേട്ടോ. ഈ അരിച്ചെടുക്കലാണ് ഏറ്റവും വലിയ പണി. പിന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അരച്ചെടുത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ മുന്തിരി വേവിച്ച് വെച്ചത് മൊത്തത്തിൽ നമ്മൾ അരിച്ചെടുത്തു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവിയുടെയും ഒക്കെ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
അത് കഴിഞ്ഞപ്പോൾ ചൂടാറിയപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ലൊരു വലിയൊരു പാത്രം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കിഴങ്ങും ഇറച്ചിയും അതേപോലെ സവാള എല്ലാം കൂടെ വരുമ്പോൾ കുറച്ചധികം ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ. അപ്പോൾ മിക്സ് ചെയ്യാൻ എളുപ്പത്തിന് ഒരു വലിയൊരു ഉരുളി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുന്തിരി എല്ലാം അടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് അത്രയും കുറച്ച് വേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഈ 3 സ്ക്വാഷിന് വേണ്ടിയിട്ടും കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് മുന്തിരിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ മുന്തിരി റെഡിയാക്കണം അതേ പാത്രത്തിൽ തന്നെ ഒരു 3 കപ്പ് പഞ്ചസാരയും 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തിളച്ച് കഴിഞ്ഞപ്പോൾ അതിന് ഞാൻ കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലാസ്റ്റ് ചേർക്കേണ്ടി വന്നു. ലാസ്റ്റ് മധുരം കുറവാന്ന് തോന്നിയോണ്ട് എനിക്ക് ചേർക്കേണ്ടി വന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഇത് റെഡിയാക്കാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ നോമ്പിൻ്റെ തലേന്നാണ് കേട്ടോ. പക്ഷേ തലേന്ന് നമുക്ക് ജ്യൂസെല്ലാം വേവിച്ച് വെക്കാനേ പറ്റി, അതായത് മുന്തിരി സംഭവങ്ങളെല്ലാം വേവിച്ച് വെക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിറ്റേന്ന് അതായത് നോമ്പ് ഒന്നിൻ്റെ അന്നാണ് നമ്മളിതെല്ലാം റെഡിയാക്കിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചെയ്തതെല്ലാം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഷുഗർ സിറപ്പൊക്കെ തിളച്ച് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള വെള്ളത്തിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കണത് മുന്തിരി ജ്യൂസ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിക്കണം കേട്ടോ. മിനിമം ഒരു 7 മിനിറ്റെങ്കിലും ഒന്ന് തിളയ്ക്കണം. കുറച്ച് നേരം നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് നാരങ്ങ നീര് ഊറ്റി കൊടുക്കാനുണ്ട്. അങ്ങനെ നാരങ്ങ നീര് ഊറ്റണേക്ക് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മൾ മധുരം ചെക്ക് ചെയ്ത സമയത്ത് കുറച്ച് മധുരം ഇല്ലാന്ന് തോന്നിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ഷുഗർ സിറപ്പ് മൊത്തത്തിൽ ഊറ്റി കൊടുത്തു. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ നോമ്പ് തുടങ്ങുന്നതിൻ്റെ തലേന്നാണ് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് മധുരമൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റിയത് കേട്ടോ. പിന്നെ നമുക്ക് തിളച്ച് വന്നു കഴിയുമ്പോൾ ഇതുപോലെ പതഞ്ഞിങ്ങനെ കുറച്ച് സംഭവം ഇങ്ങനെ മുകളിൽ മാറി വരുമല്ലോ, അത് ശരിക്കും അതിൻ്റെ ചെളിയാണെന്നല്ലോ പറയണത്. അപ്പോൾ പിന്നെ എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എനിക്ക് മാറ്റാൻ പറ്റുന്നിടത്തോളം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കും എടുത്ത് മാറ്റുമ്പോൾ നമ്മുടെ ജ്യൂസും നന്നായിട്ട് അതിൽ നിന്ന് പോരുമായിരുന്നു. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കോരി മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ നമ്മൾ വീണ്ടും കട്ട്ലറ്റിൻ്റെ പണിക്കായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ സവാള നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വേവിച്ച് വെച്ച കിഴങ്ങും അതിനകത്തേക്ക് ഇട്ടു. പിന്നെ ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ചെയ്യണത് ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ഓർഡർ അനുസരിച്ച് ചെയ്ത കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ വീഡിയോ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ആദ്യം മുന്തിരിയുടെ കാര്യങ്ങൾ മൊത്തം പറയാം, അത് കഴിഞ്ഞിട്ട് പൈനാപ്പിളിൻ്റെ പറയാം, പിന്നെ കട്ട്ലറ്റിൻ്റെ കാര്യങ്ങൾ പറയാം, അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ ചെയ്ത നമ്മൾ കിഴങ്ങ് വേവിച്ച് വെച്ച കിഴങ്ങും ഉടച്ചിട്ട് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ഇറച്ചി നമ്മളൊരു കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും എടുത്ത് അതും മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് അതും അതോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ ഈ ഒരു പാത്രം ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു സൈസിലുള്ള വേറൊരു പാത്രം ഉണ്ടായിരുന്നില്ല മിക്സ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഈ ഉരുളി എടുത്തത്. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അത്യാവശ്യം നല്ല ടൈം എടുത്ത് മിക്സ് ചെയ്തായിരുന്നു കേട്ടോ. മൊത്തം വീഡിയോയിൽ കാണിച്ചില്ല എന്നേ ഉള്ളൂ. പിന്നെ ലാസ്റ്റ് നമ്മൾ ഈ ഷേപ്പിലൊന്ന് പരത്തി നോക്കിയപ്പോൾ ഏകദേശം നമുക്ക് അതുപോലെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മിക്സിങ് അവിടെ വെച്ച് നിർത്തി. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം ഈ ഉരുളിയിലേക്ക് സവാള വഴറ്റി ചെയ്തിട്ടപ്പോൾ തന്നെ അതിലെന്തോ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു. അത് തുടച്ചൊന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണോ എന്നറിയില്ല, കുറച്ചൊന്ന് ഒരു ലൂസായ ബാറ്റർ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നമ്മൾ മുട്ടയിലൊക്കെ മുക്കി ബ്രെഡ് ക്രംസൊക്കെ പൊതിഞ്ഞെടുത്ത് കഴിയുമ്പോൾ നല്ല അടിപൊളി കട്ട്ലേറ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏത് കട്ട്ലേറ്റും നമ്മൾ പൊരിച്ച് ചൂടോടെ തന്നെ കഴിച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് ഒരു മുറുക്കോ ഇല്ലാതെ ഭയങ്കര ലൂസായിട്ട് എൻ്റെ കട്ട്ലേറ്റ് മാത്രം എന്താ ശരിയാവാത്തെന്നുള്ള ഡിപ്രഷനിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇഫ്താറിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നോമ്പ് തുറക്കണതിന് ഒരു എന്തായാലും 2 മണി 3 മണി അല്ലെങ്കിൽ ഒരു അസറിനൊക്കെ മുമ്പായിട്ട് തന്നെയെങ്കിലും ഈ കട്ട്ലേറ്റൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുമ്പോൾ അത്യാവശ്യം നല്ല മുറുക്കത്തിൽ തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണ പോലത്തെ തന്നെയുള്ള കട്ട്ലേറ്റിൻ്റെ അതേ ടെക്സ്ചറിൽ കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ഇത് കുറച്ച് കണ്ടെയ്നർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന്. അത്യാവശ്യം നല്ല റേറ്റ് കുറവിലായിട്ട് എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഈ കണ്ടെയ്നർ വാങ്ങിച്ച ആദ്യമായിട്ട് നമ്മൾ ഈ കട്ട്ലേറ്റൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. അപ്പോൾ നമ്മളൊരു ബോക്സിലേക്ക് ഒരു 3-4 ലെയറായിട്ട് കട്ട്ലേറ്റ് പരത്തി അത് വെച്ച് കൊടുത്തു. പിന്നെ അതിൻ്റെ ഓരോ ലെയറിൻ്റെ ഇടയിൽ നമ്മൾ ഓരോ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഒട്ടിപ്പോയിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതങ്ങനെ വെച്ച് കൊടുത്തു. രണ്ടാമത്തെ കണ്ടെയ്നറിലും വെച്ച് കൊടുത്തു. പിന്നെ മൂന്നാമത്തെ കണ്ടെയ്നറിൽ നമുക്കൊരു 4-5 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കാരണം നമ്മളിത് റെഡി ആക്കിയത് ഫൈനൽ നമ്മൾ നോമ്പിൻ്റെ 1ാമത്തെ ദിവസമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചെടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കിയുള്ള ബാറ്ററും കൊണ്ട് നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പോൾ സമൂസ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായില്ല കേട്ടോ. നമ്മൾ കട്ട്ലേറ്റിൻ്റെ അത്രയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കാരണം കട്ട്ലേറ്റിൻ്റെ അത്രയും താല്പര്യം സമൂസേനോട് ഇല്ലാത്തതുകൊണ്ട് തന്നെ കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ കട്ടിംഗ് ബോർഡിലേക്ക് റെഡിയാക്കി വെക്കണത് നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ ദിവസം, അതായത് നമ്മളിത് റെഡിയാക്കിയ ദിവസം 1ാമത്തെ നോമ്പിൻ്റെ അന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ മാറ്റി വെക്കണത്. അതല്ലാതെ കുറച്ച് ഒരു കണ്ടെയ്നറിൽ മൊത്തം നമുക്ക് സ്റ്റോർ ചെയ്യാനും ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മുടെ കട്ട്ലേറ്റും മൊത്തത്തിൽ റെഡിയാക്കി കഴിഞ്ഞു. അതേപോലെ തന്നെ സമൂസയും ആ ഒരു കണ്ടെയ്നറിൽ നിറച്ചും വെക്കാനുണ്ടായിരുന്നു. അതും വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി പിന്നെ ഫ്രീസറിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടപ്പൊക്കെ പിന്നെ ലാസ്റ്റാണ് അടച്ചത്. കാരണം നമുക്ക് വീണ്ടും വെക്കേണ്ടി വരുമോ അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ലാസ്റ്റ് ഒരുമിച്ചാണ് അതൊക്കെ അടച്ച് മാറ്റി വെച്ചത്. അങ്ങനെ അതിൻ്റെ പണി കഴിഞ്ഞ് അതൊക്കെ ഫ്രീസറിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പൈനാപ്പിളിൻ്റെ സ്ക്വാഷ് റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുന്തിരി വേവിച്ച പോലെ പൈനാപ്പിൾ വേവിക്കുകയൊന്നും വേണ്ട. അല്ലാതെ തന്നെ നമ്മൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഫ്രഷ് ജ്യൂസൊക്കെ അടിക്കും പോലെ ഓവറായിട്ട് വെള്ളം ചേർക്കാതെ മുന്തിരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത പോലെ തന്നെ വളരെ കുറച്ച് വെള്ളം മാത്രം, അതായത് ആ പൈനാപ്പിളൊന്ന് ഗ്രൈൻഡായി വരാനുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് അതും അരിച്ചെടുക്കുക. എന്തായാലും മുന്തിരി അരിച്ചെടുക്കണം അത്രയും പാടുണ്ടായില്ല പൈനാപ്പിൾ അരയ്ക്കാൻ. പക്ഷേ പൈനാപ്പിൾ ഒരുപാട് അരയാണ്ട് കിടക്കണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ അടുത്ത ബാച്ചിലായിട്ട് നമ്മൾ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് പൈനാപ്പിൾ പിള്ളേർക്ക് ഉപ്പും മുളകും ഇട്ട് തിന്നാൻ വേണ്ടി മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയാണ് ജ്യൂസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഷുഗർ സിറപ്പ് വേണം. അപ്പോൾ അത് സ്ക്വാഷായിട്ട് റെഡിയാക്കേണ്ട ആ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ മുന്തിരിക്ക് 3 കപ്പ് പഞ്ചസാര എടുത്തു. ഇതിനെന്തോ 2.5 കപ്പ് എന്തോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഒഴിച്ച് അത്രയും തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് തിളച്ച് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ ജ്യൂസും ഒഴിച്ചു കൊടുത്തു. ജ്യൂസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ മുന്തിരിയുടെ മുകളിൽ ചെളി പൊങ്ങി വന്ന മാതിരി തന്നെ ചെളിയോ ചളിയോ എന്താണോ അതിന് പറയണത് എനിക്കറിയില്ല. അപ്പോൾ ആ സംഭവം അതും എടുത്ത് നന്നായിട്ട് പതിഞ്ഞ് വന്നാണ്. അപ്പോൾ നമുക്ക് ശരിക്കും മാറ്റാൻ വേണ്ടിയിട്ട് പറ്റണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മാറ്റാൻ പറ്റുന്നിടത്തോളം എടുത്ത് നമ്മൾ അതിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ ഒന്ന് തിളച്ചതിന് ശേഷമാണ് പിന്നെ നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങാനീര് എന്തായാലും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നാരങ്ങാനീര് എന്തായാലും ആഡ് ചെയ്യണം. അങ്ങനെ അതും ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളതും ഓഫ് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് പുതിനയുടെ പണിയാണ്. ഈ പുതിനയും ഇഞ്ചിയൊക്കെ ചേർത്ത് വെള്ളമൊക്കെ നേരത്തേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മൾ നോമ്പ് തുറയ്ക്കൊന്നും ഒരിക്കലും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ ഒരുപാട് കുടിച്ചും അങ്ങനെ പരിചയമില്ല. നമ്മൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ കുടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ, എല്ലാവർക്കും പിള്ളേർക്കും ഉമ്മാക്കും ഒക്കെ ഇഷ്ടപ്പെടുമോ, എനിക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമ്മൾ പുതിന ഉണ്ടാക്കുന്നുള്ളൂ. എന്തായാലും റമദാനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഡ്രിങ്കാന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ പുതിന നമ്മുടെ കയ്യിലുള്ള അത്രയും പുതിന നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇഷ്ടമാണെങ്കിൽ ഒരുപാട് അധികം തന്നെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും അരിഞ്ഞിട്ട് കൊടുത്തിട്ട് ഇത് പിന്നെ അരിച്ചെടുക്കാൻ നല്ല ഈസിയാണ് കേട്ടോ. മുന്തിരിയൊക്കെ അരിച്ചെടുത്ത പോലെ അത്രയും പാടൊന്നുമില്ല, അത്രയും പണിയൊന്നുമില്ല. അങ്ങനെ അതൊക്കെ നന്നായിട്ട് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതുപോലെ തന്നെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക, ജ്യൂസ് ഒഴിക്കുക, ഒന്ന് തിളച്ച് ഇതൊന്ന് ആറി വന്നു കഴിയുമ്പോൾ മാത്രം നാരങ്ങാനീര് ഊറ്റിയാൽ മതി കേട്ടോ. കാരണം ഇതിലേക്ക് കുറച്ച് അധികം തന്നെ നാരങ്ങാനീര് ഊറ്റണം. അതുകൊണ്ട് തന്നെ ഒന്ന് തണുത്തതിന് ശേഷം ഊറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളൊരു 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്ത് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തു. അത് തിളച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അത് ഓഫാക്കിയിട്ട് ചൂടാറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ നാരങ്ങാനീര് ഊറ്റിയത്. അങ്ങനെ ഇത് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. നമുക്ക് മുന്തിരിയും പൈനാപ്പിളും ഒരു 2 വലിയ കുപ്പിയും അതേപോലെ തന്നെ വേറൊരു ചെറിയ കുപ്പിയിലും ആക്കാനുണ്ടായിരുന്നു. പിന്നെ പക്ഷേ ഈ നമ്മുടെ ഈ പുതിനയുടെ സ്ക്വാഷ് നമ്മളൊരു ചെറിയ കുപ്പിയിൽ നിറച്ചും തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതിനും ഈ പറഞ്ഞ സംഭവം മുകളിൽ നിന്ന് എടുത്ത് മാറ്റാനുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതും അങ്ങനെ ചൂടാറാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച സമൂസയും കട്ട്ലേറ്റൊക്കെ ജസ്റ്റ് ഒന്ന് പൊരിക്കണത് കാണിച്ചു തന്നതാണ് കേട്ടോ. അങ്ങനെ അന്നത്തെ ദിവസത്തെ നോമ്പുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കണതാണ് കേട്ടോ. ഇത് വെറുതെ കാണിക്കാൻ വേണ്ടിയിട്ട് പൊരിച്ചതൊന്നുമല്ല. അങ്ങനെ നമ്മൾ സമൂസയും ഫ്രൈ ചെയ്തെടുത്തു. അതേപോലെ തന്നെ കട്ട്ലേറ്റും റെഡിയാക്കി എടുത്തു. ഞാൻ പറഞ്ഞാണല്ലോ അതിൻ്റെ ബാറ്റർ ചെറിയ ലൂസാണ്. പക്ഷേ നമ്മൾ കട്ട്ലേറ്റായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി കട്ട്ലേറ്റായിട്ട് നല്ല മുറുക്കത്തിൽ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കോരി എടുത്ത് ഞാൻ പറഞ്ഞല്ലോ ഈ ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ലൂസായിട്ട് തന്നെ തോന്നും. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ട് കഴിക്കാൻ നോക്കുക. അതായത് നോമ്പ് തുറക്കണതിന് ഒരുപാട് മുന്നേ തന്നെ നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്ത് വയ്ക്കാൻ നോക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്ലാസ് ബോട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഗ്ലാസ് ബോട്ടിൽ യൂസ് ചെയ്യണം, അതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതൊന്നും വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലുള്ള സോഡയുടെ ബോട്ടിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ 2 വലിയ കുപ്പിയിലേക്ക് മുന്തിരിയും പൈനാപ്പിളും മാറ്റാനുണ്ടായിരുന്നു. പിന്നെ ഈ ഇരിക്കുന്ന ചെറിയ കുപ്പിയിലാണ് കേട്ടോ നമുക്ക് പുതിനയുടെ സ്ക്വാഷ് ഉണ്ടാക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കി വെക്കണത് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എങ്ങനെ ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവുമോ. കാരണം നമ്മൾ ഇതിൻ്റെ ഒരു ഗ്ലാസിൻ്റെ വളരെ കുറച്ച്, അതായത് ഒരു 1/4 ഭാഗം മാത്രം പോലും നമുക്ക് ജ്യൂസ് ആഡ് ചെയ്യേണ്ട, വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ട് ബാക്കി വെള്ളം ഒഴിച്ച് കഴിക്കാനാണ് നമ്മളിങ്ങനെ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. അതായത് കുറച്ചധികം ദിവസത്തേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാവുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സാധാ ഫ്രഷ് ജ്യൂസ് അടിച്ച് കഴിക്കണം മാതിരി തന്നെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാറില്ലാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം നമ്മുടെ റമദാൻ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും എല്ലാത്തിനേക്കാളും 7 ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ്. അപ്പോൾ ആ മാസത്തിൽ നമ്മൾ ഇതുപോലെ കുറേ ഡ്രിങ്കുകളും സ്നാക്കുകളൊക്കെ ഉണ്ടാക്കി ടൈം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കാരണം നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടൈമും കൂടെ നമുക്ക് ഓതാനോ എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് വെക്കുക.
അപ്പോൾ ഇതിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് കാണിക്കാതെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നോമ്പ് തുറക്കാനിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് ഗ്ലാസ്സിലാണോ കുടിക്കണേ ആ ഗ്ലാസ്സിലേക്ക് ഒരു 1/4 ഭാഗം വേണമെന്നില്ല. അത്രയും നമുക്ക് ഏത് സ്ക്വാഷാണോ മുന്തിരിയുടെ പൈനാപ്പിളിൻ്റെ പൈനാപ്പിളിൻ്റെ അത് ഒഴിക്കുക. ബാക്കി ഐസ് ക്യൂബ് ഉള്ളവരാണെങ്കിൽ ഐസ് ക്യൂബ് ഇടുക വളരെ നല്ലതാണ്. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ പിള്ളേരെ പേടിച്ചിട്ട് ഞാനത് വയ്ക്കാറില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ആക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ കേട്ടോ പണി. അതല്ലാണ്ട് രാവിലെ തുടങ്ങി മുന്തിരി പുഴുങ്ങി വെച്ചിട്ട് പിന്നെ അത് ചൂടാറി അങ്ങനെ ഒരുപാട് പണിയൊന്നും എടുക്കണ്ട. വളരെ സിമ്പിളാണ്. എന്നാൽ ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നമ്മുടെ നോമ്പിന് കുറേ സമയമൊക്കെ ലാഭിച്ച് കൂടുതൽ ഇബാദത്തും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ. എനിക്ക് നമ്മൾ ഇടത്താഴം കഴിക്കുമ്പോൾ എനിക്ക് ചോറ് തന്നെ കഴിക്കണം കേട്ടോ. അത് വലിയ നിർബന്ധമാണ്. എന്നാലാണ് ഞാൻ കുറച്ചെങ്കിലും ഒരു സ്റ്റാമിനോട് കൂടി പണികളൊക്കെ ചെയ്ത് നടക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തളർന്നു പോകും. അപ്പോൾ ചോറുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും അച്ചാർ വേണം. അതിപ്പോൾ ഇടത്താഴത്തിനല്ല എപ്പോഴാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് അച്ചാറും നമ്മൾ മാങ്ങാച്ചാറും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും 2 ബോട്ടിലേക്കായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 ടിന്ന് നിറച്ചിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ഒരു 10 ദിവസത്തേക്കെങ്കിലും എടുക്കണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒരു 5 ദിവസമെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ റമദാനിൽ രാത്രി അത്താഴം കഴിക്കലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. കാരണം നോമ്പ് തുറക്കുമ്പോൾ ഈ കടിയും ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് പിന്നെ നമ്മൾ ഉണ്ടാക്കിയ പത്തിരിയോ കറിയോ എന്താണെന്ന് വെച്ചാൽ കഴിക്കണത്. അതുകൊണ്ട് തന്നെ പിന്നെ ചോറ് കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അച്ചാർ തികയുമായിരിക്കും കേട്ടോ 10 ദിവസത്തേക്കൊക്കെ. പിന്നെ എന്തോ ഭാഗ്യത്തിന് എൻ്റെ പിള്ളേർ എന്നെപ്പോലെ അച്ചാറിന് അഡിക്റ്റ് ആവാത്തതുകൊണ്ട് തന്നെ അച്ചാറിന് അങ്ങനെ വലിയ ചിലവ് ഉണ്ടാവില്ല നോമ്പിന്. അപ്പോൾ ഒരു 10 ദിവസമെങ്കിലും ഉപയോഗിക്കണമെന്ന് വിചാരിക്കണം. എന്താവുമെന്ന് അറിയില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.